നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചരിത്രം കുറിക്കപ്പെട്ടിരിക്കുന്നു. ഭാരതം ഒരിക്കൽ കൂടി ലോകത്തിന്റെ നെറുകയിലെത്തിയിരിക്കുന്നു. 2026 T20 ലോകകപ്പ് കിരീടം അഹമ്മദാബാദിലെ മണ്ണിൽ ഇന്ത്യ ഉയർത്തുമ്പോൾ അവിടെ ഒരു നക്ഷത്രം അത്യുജ്വലമായി തിളങ്ങിനിന്നു. നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ. വെറുമൊരു കിരീടം മാത്രമല്ല, ഈ ടൂർണമെന്റിലെ മികച്ച താരത്തിനുള്ള പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരവും സഞ്ജുവിനെ തേടിയെത്തിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നത് ഇതൊന്നുമല്ല. സാക്ഷാൽ വിരാട് കോഹ്ലി സഞ്ജുവിനായിട്ട ആ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും ലോകകപ്പ് വിജയത്തിനു ശേഷം ഇരുവരും തമ്മിൽ നടത്തിയ വികാരാധീനമായ ആ വീഡിയോ കോളുമാണ്. എന്താണ് വിരാട് കോഹ്ലി സഞ്ജുവിനോട് പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഈ വിജയം ഓരോ മലയാളി കായിക പ്രേമിക്കും ഇത്രത്തോളം പ്രിയപ്പെട്ടതാകുന്നത്? നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സഞ്ജു സാംസൺ എന്ന പേരിനൊപ്പം കേട്ടിരുന്ന പ്രധാന വാക്ക് അവഗണന എന്നതായിരുന്നു. കഴിവുണ്ടായിട്ടും അവസരം ലഭിക്കാത്തവനെന്നും ഫോമില്ലാത്തവനെന്നും വിളിച്ച് പലരും സഞ്ജുവിനെ എഴുതിത്തള്ളി. എന്നാൽ വിമർശനങ്ങളുടെ കല്ലുകൾ കൊണ്ട് കോട്ട കെട്ടിയ സഞ്ജു ഇതാ ലോകകപ്പ് വേദിയിൽ രാജാവായി ഉദിച്ചുയർന്നിരിക്കുന്നു. ഈ ലോകകപ്പിലുടനീളം സഞ്ജു കാഴ്ചവെച്ച പ്രകടനം അവിശ്വസനീയമായിരുന്നു. 300-ലധികം റൺസും നിർണായക ഘട്ടങ്ങളിലെ തകർപ്പൻ കീപ്പിംഗും സഞ്ജുവിനെ ടൂർണമെന്റിലെ അനിഷേധ്യനായ താരമാക്കി മാറ്റി. സെമി ഫൈനലിലും ഫൈനലിലും സഞ്ജു കളിച്ച ഇന്നിംഗ്സുകൾ കേവലം ബാറ്റിംഗ് ആയിരുന്നില്ല, മറിച്ച് തന്നെ കളിയാക്കിയവർക്കുള്ള മറുപടിയായിരുന്നു. ആ പോരാട്ടവീര്യത്തിനുള്ള അംഗീകാരമാണ് ഈ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം. ഇന്നലെ രാത്രി ലോകകപ്പ് വിജയത്തിനു പിന്നാലെ വിരാട് കോഹ്ലി തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ച സ്റ്റോറി നിമിഷങ്ങൾക്കകമാണ് വൈറലായി മാറിയത്. സഞ്ജു സാംസൺ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ട്രോഫിയുമായി നിൽക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ട് വിരാട് എഴുതിയത് ഇങ്ങനെയായിരുന്നു: "ദ മോസ്റ്റ് ഡിസേർവിംഗ് വൺ, യുവർ പേഷ്യൻസ് ആൻഡ് ഹാർഡ് വർക്ക് പെയ്ഡ് ഓഫ് ടുഡേ സഞ്ജു, പ്രൗഡ് ഓഫ് യു ചാമ്പ്യൻ." കോഹ്ലിയെപ്പോലെ ഒരു ഇതിഹാസ താരം സഞ്ജുവിന്റെ കഠിനാധ്വാനത്തെ ഇത്രത്തോളം വലിയ രീതിയിൽ പ്രശംസിച്ചത് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചുകളഞ്ഞു. സഞ്ജുവിനെ പിന്തുണയ്ക്കുന്നവർക്കും അദ്ദേഹത്തിന്റെ പ്രതിഭയെ സംശയിച്ചവർക്കും വിരാട് നൽകിയ ഏറ്റവും വലിയ മറുപടിയായിരുന്നു ആ വാക്കുകൾ. ഇതിഹാസങ്ങൾ എപ്പോഴും പ്രതിഭയെ തിരിച്ചറിയുമെന്നതിന്റെ തെളിവായിരുന്നു ആ ഇൻസ്റ്റഗ്രാം സ്റ്റോറി. എന്നാൽ ആവേശം അവിടെയും തീർന്നില്ല. മത്സരം ശേഷം ഡ്രസ്സിംഗ് റൂമിലെ ആഘോഷങ്ങൾക്കിടയിലാണ് സഞ്ജുവിനെ തേടി വിരാട് കോഹ്ലിയുടെ ആ വീഡിയോ കോൾ എത്തിയത്. ടൂർണമെന്റിൽ ഇന്ത്യയ്ക്കൊപ്പം ഇല്ലാതിരുന്നിട്ടും കോഹ്ലി തന്റെ ടീമിനെയും സഞ്ജുവിനെയും എത്രത്തോളം ശ്രദ്ധിച്ചിരുന്നു എന്ന് ആ കോളിലൂടെ വ്യക്തമായി. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം സഞ്ജുവിനോട് കോഹ്ലി പറഞ്ഞത് ഇങ്ങനെയാണ്: "സഞ്ജു, നീ ഒരുപാട് പീഡനങ്ങളും പരിഹാസങ്ങളും അനുഭവിച്ചു എന്നെനിക്കറിയാം. പക്ഷേ ഇന്ന് നീ തെളിയിച്ചു നീ ആരാണെന്ന്. ടീമിനു വേണ്ടി നീ നടത്തിയ ഈ ത്യാഗം ആരും മറക്കില്ല. ഈ കപ്പ് നിനക്കർഹതപ്പെട്ടതാണ്." വിരാട്ടിന്റെ വാക്കുകൾ കേട്ട് സഞ്ജു വികാരാധീനനായി. മൈതാനത്ത് വിരാട് കാണിക്കുന്ന ആ അഗ്രഷനേക്കാൾ എത്രയോ വലിയ മനസ്സിനുടമയാണ് അദ്ദേഹം എന്ന് സഞ്ജു പിന്നീട് തന്റെ അടുത്ത സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കുകയുണ്ടായി. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ടും സഞ്ജു തന്റെ വിനയം കൈവിട്ടില്ല. കോഹ്ലിയുടെ പ്രശംസയ്ക്കും വീഡിയോ കോളിനും സഞ്ജു നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: "പാജി, നിങ്ങൾ തന്ന ആത്മവിശ്വാസം എനിക്കെന്നും കരുത്തായിരുന്നു. വലിയ സ്റ്റേജിൽ കളിക്കാൻ ഞാൻ പഠിച്ചത് നിങ്ങളെ നോക്കിയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ രണ്ട് വലിയ താരങ്ങൾ തമ്മിലുള്ള ഈ പരസ്പര ബഹുമാനം കായിക ലോകത്തിന് വലിയൊരു പാഠമാണ്. തന്റെ നേട്ടങ്ങളിൽ അഹങ്കരിക്കാതെ മുതിർന്ന താരങ്ങളെ ബഹുമാനിക്കുന്ന ശൈലി ഓരോ ക്രിക്കറ്റ് പ്രേമിക്കും വലിയ മാതൃകയാണ്. പണത്തെക്കാളും പ്രശസ്തിയേക്കാളും സഞ്ജു വിലമതിക്കുന്നത് ഇത്തരത്തിലുള്ള സ്നേഹബന്ധങ്ങൾക്കാണ്." ഈ വിജയം സഞ്ജുവിന് മാത്രമല്ല, ഓരോ മലയാളിക്കും ഒരു വലിയ മധുര പ്രതികാരമാണ്. സഞ്ജുവിനെ ടീമിലെടുക്കാത്തപ്പോൾ BCCIക്കും സെലക്ടർമാർക്കും എതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധിച്ച ഓരോ ആരാധകനും ഇന്നലെ രാത്രി കരഞ്ഞിട്ടുണ്ടാകും. സഞ്ജുവിനെ ലക്കി പ്ലെയർ എന്ന് വിളിച്ചവർക്കും അവൻ IPLൽ മാത്രമേ കളിക്കൂ എന്ന് പറഞ്ഞവർക്കും ഇപ്പോൾ മിണ്ടാട്ടമില്ല. ICC ട്രോഫികളിൽ സഞ്ജുവിന് അവസരം നൽകിയാൽ അവനത് എങ്ങനെ വിനിയോഗിക്കുമെന്ന് ഇപ്പോൾ ലോകം കണ്ടു. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി സഞ്ജു തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അത് മലയാള കായിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നേട്ടമായി മാറി. സത്യത്തിൽ സഞ്ജുവും വിരാട്ടും തമ്മിലുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. IPLൽ എതിരാളികളായി കളിക്കുമ്പോഴും വിരാട് സഞ്ജുവിനെ എപ്പോഴും ഉപദേശിക്കാറുണ്ടായിരുന്നു. ബാറ്റിംഗിലെ ടെക്നിക്കുകളെക്കുറിച്ചും ഫിറ്റ്നസിനെക്കുറിച്ചും വിരാട് നൽകിയ നിർദ്ദേശങ്ങളാണ് സഞ്ജുവിനെ ഈ ലോകകപ്പിൽ ഇത്രത്തോളം മികച്ച പ്രകടനം നടത്താൻ സഹായിച്ചത്. വിരാട് കോഹ്ലി ഒരു നായകനായിരുന്നപ്പോൾ സഞ്ജുവിന് പലപ്പോഴും അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്ന പരാതി പലർക്കുമുണ്ടായിരുന്നു. എന്നാൽ ആ തീരുമാനങ്ങൾ ടീം ബാലൻസിന്റെ ഭാഗമായിരുന്നു എന്നും വ്യക്തിപരമായി വിരാട് എന്നും സഞ്ജുവിന്റെ വലിയ ആരാധകനാണെന്നും ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. സഞ്ജു സാംസൺ എന്ന പേര് ഇപ്പോൾ ലോക ക്രിക്കറ്റ് ഭൂപടത്തിൽ സുവർണാക്ഷരങ്ങളിൽ എഴുതിക്കഴിഞ്ഞു. ആഫ്രിക്കൻ മണ്ണിലും അമേരിക്കൻ പിച്ചുകളിലും സഞ്ജു പായിച്ച ഓരോ സിക്സറുകളും ലോകം വിസ്മയത്തോടെയാണ് നോക്കിനിന്നത്.
പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് എന്ന പുരസ്കാരം സഞ്ജുവിനെ തേടിയെത്തുമ്പോൾ അത് ഇന്ത്യയ്ക്ക് ലഭിച്ച വലിയൊരു അംഗീകാരമാണ്. സഞ്ജുവിനെ എതിരെ വാളോണ്ടിയവർ പോലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്തുതിഗീതങ്ങൾ പാടുകയാണ്. വിരാട് കോഹ്ലിയെപ്പോലെയുള്ള ഇതിഹാസങ്ങൾ സഞ്ജുവിനെ അംഗീകരിക്കുമ്പോൾ അത് സഞ്ജുവിന്റെ പോരാട്ടവീര്യത്തിനുള്ള മുദ്രപട്ടമാണ്. ഈ വിജയം വരും തലമുറയിലെ ക്രിക്കറ്റ് കളിക്കാർക്ക് വലിയൊരു പ്രചോദനമാകും. സുഹൃത്തുക്കളെ, ലോകകപ്പ് കിരീടവും പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് പുരസ്കാരവും നേടി നിൽക്കുന്ന സഞ്ജു സാംസണിന്റെ ഈ നിമിഷം നിങ്ങൾ എങ്ങനെ കാണുന്നു? വിരാട് കോഹ്ലി സഞ്ജുവിനായിട്ട് ആ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും വീഡിയോ കോളും കേൾക്കുമ്പോൾ നിങ്ങൾക്കെന്ത് തോന്നുന്നു? സഞ്ജുവിനെ അവഗണിച്ചവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണോ ഇത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സഞ്ജുവും വിരാട്ടും തമ്മിലുള്ള ഈ അപൂർവ ബന്ധം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും എല്ലാ ക്രിക്കറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വിശകലനങ്ങൾക്കും ക്രിക്കറ്റ് വിശേഷങ്ങൾക്കും സ്പോർട്സ് പിച്ച് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.